ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താരമായത് കണ്ണൂർക്കാരനായ ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ളത് ജില്ലയ്ക്ക് അഭിമാനമാണ്. തലശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി കാരായി രാജനാണ് അത്. കന്നി മത്സരത്തിൽ തന്നെ മണ്ഡലം അദ്ദേഹത്തിന് നൽകിയത് 20,523 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എന്നത് മാത്രമല്ല കാര്യം. വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ ഒറ്റ റൗണ്ടിലും മുന്നോട്ടുള്ള കുതിപ്പ് തടസ്സം കൂടാതെ വ്യക്തമായ ലീഡോടെ അദ്ദേഹം ഫിനിഷിംഗിൽ എത്തിക്കുകയും ചെയ്തു. ഇടതുപക്ഷ നേതാക്കളായ പാട്യം ഗോപാലൻ, KPR ഗോപാലൻ, NE ബാലറാം, MB രാജഗോപാലൻ, കോടിയേരി ബാലകൃഷ്ണൻ, KP മമ്മു, EK നായനാർ, കോൺഗ്രസിലെ P കുഞ്ഞിരാമൻ, ഇടത് സ്വതന്ത്രനായ VR കൃഷ്ണയ്യർ, സ്പീക്കർ N ഷംസീർ തുടങ്ങിയവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ച മണ്ഡലമായ തലശ്ശേരി ഇത്തവണ നെഞ്ചേറ്റിയത് കാരായി രാജനെയാണ്. അരനൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ നാടുകടത്തലടക്കം ഒരു പുരുഷായുസിന്റെ പീഡനമത്രയും ഏറ്റുവാങ്ങേണ്ടി വന്ന നാട്ടുകാരനാണ് കാരായി രാജൻ. നിലവിലെ MLA-യായ N ഷംസീറിന്റെ പിൻഗാമിയായാണ് റബ്കോ ചെയർമാനും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കാരായിയെ CPM കളത്തിലിറക്കിയത്. പാർട്ടിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. കാരായി അത് നിറവേറ്റി. കതിരൂർ പുല്ലോട് CH നഗർ സ്വദേശിയായ രാജൻ ദേശാഭിമാനി ബാലസംഘം പ്രവർത്തകനായാണ് പൊതുരംഗത്തിറങ്ങിയത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ഡയറക്ടറുമായ UDF സ്ഥാനാർത്ഥി KP സാജുവിനെയും യുവമോർച്ച നേതാവും BJP സംസ്ഥാന കമ്മിറ്റി അംഗവും NDA സ്ഥാനാർത്ഥിയുമായ O നിതീഷിനെയും SDPI-കാരനായ AC ജലാലുദ്ദീൻ ഉൾപ്പെടെ 7 പേരെയും പരാജയപ്പെടുത്തിയാണ് കാരായി രാജൻ തലശ്ശേരിയുടെ ജനപ്രതിനിധിയാകുന്നത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.